എല്ലാവർക്കും നമസ്കാരം. എക്സലിന്റെ ബേസിക് ക്ലാസ്സിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് എക്സലിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സലിന്റെ ഇന്റർഫേസിനെ വളരെ നന്നായി തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് എക്സൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് തരുന്നത്. ഉദാഹരണത്തിന് ഓട്ടോ ഫില്ലിംഗ് പോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാം, എങ്ങനെ ഡാറ്റ ഫോർമാറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു റോ ഇൻസേർട്ട് ചെയ്യാം, കോളം ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്തതിന് എങ്ങനെ അൺഡു ഉപയോഗിച്ച് റിക്കവർ ചെയ്യാം, എങ്ങനെ കോളവും റോയും നമുക്ക് ഹൈഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, ഈ വൈറ്റ് സെൽസ് ആണ് നമ്മുടെ ആക്റ്റീവ് വർക്ക് ഏരിയ. ഏതൊരു ഷീറ്റ് തുറന്നാലും ഇങ്ങനെ ആക്റ്റീവ് ഏരിയാസ് കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് സെല്ല് നാവിഗേഷനാണ്. നമ്മളൊരു സെല്ലിനെ സെലക്ട് ചെയ്താൽ നമ്മുടെ മൗസ് കൊണ്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്താണ്, അതാണ് നമ്മുടെ ആക്റ്റീവ് സെല്ല്. അതിൽ നിന്നും എങ്ങനെ നമ്മൾ നാവിഗേറ്റ് ചെയ്യാം, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടോപ്പിലേക്കും ബോട്ടമിലേക്കും ഒക്കെ മൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന്, നമ്മുടെ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചിട്ട് ടോപ്പിലേക്കും ബോട്ടമിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാം. ഓക്കെ. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, അതായത് ഈ സെല്ലിൽ നിന്ന് ഇപ്പോൾ എ എന്ന് പറയുന്ന A3യിൽ നിന്ന് B3യിലേക്ക് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ B3യിൽ നിന്ന് C3യിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ആരോ കീ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ടാബ് നമുക്ക് ഉപയോഗിക്കാം. ടാബ് ഉപയോഗിച്ചാൽ റൈറ്റിലേക്ക് പോകാൻ സാധിക്കും. നേരെ തിരിച്ച് ഷിഫ്റ്റ് ടാബ് ഉപയോഗിച്ച് ലെഫ്റ്റിലേക്ക് പോകാം. ആണല്ലേ. ഇനി അതോടൊപ്പം നമുക്ക് മുകളിലേക്കും താഴേക്കും പോകാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ മൂവ്മെന്റിന് താഴേക്ക് പോകാൻ എൻ്റർ ഉപയോഗിക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് എൻ്റർ ഉപയോഗിച്ചാൽ മുകളിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് സെല്ല് നാവിഗേഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ റാൻഡമായിട്ട് നമുക്ക് ഏത് സെല്ലിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി അവിടെ നിന്ന് മുകളിലേക്കും താഴേക്കും പോകാൻ, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാൻ രണ്ട് മെത്തേഡാണ്. ഒന്ന് കീബോർഡിലെ ആരോ കീ ഉപയോഗിക്കാം, മറ്റൊന്ന് വേർഡിന് ടാബ് ഉപയോഗിക്കാം. ടാബ് ഉപയോഗിച്ച് തന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാനും, ഷിഫ്റ്റ് ടാബ് ഉപയോഗിച്ചാൽ ലെഫ്റ്റിലേക്കും. അതുപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെന്റ് താഴേക്ക് എൻ്റർ പ്രസ് ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റർ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ കോമ്പിനേഷൻ, കീ കോമ്പിനേഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് മുകളിലേക്കും പോകാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യാണ്. സപ്പോസ് നമുക്ക് ഇവിടെ ഒരു സെയിൽസിലെ ഡാറ്റയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. സെയിൽസിലെ ഡാറ്റ നമ്മൾ ഫസ്റ്റ് മന്ത് ആണ് എൻ്റർ ചെയ്യണം. ഒരു മാസത്തിലുള്ള സെയില് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ്, മൂന്നാമത്തെ ആവറേജ് പ്രൈസ്, സെയിൽസ്, ടോട്ടൽ സെയിൽസ്. ഓക്കെ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ആവറേജ് പ്രൈസ് കട്ടായി പോയിരിക്കുകയാണ്, ആ ടെക്സ്റ്റ് കട്ടായി പോയിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ഈ ഡി കോളത്തിന് വിഡ്ത്ത് കുറവാണ്. ഒരു സ്റ്റാൻഡേർഡ് വിഡ്ത്താണ് ഇതിനകത്തുള്ള. ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഒന്ന്, ഡിയും ഇയും കൂടി സംഗമിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഡിവൈഡർ ലൈനിൽ, സെപ്പറേറ്റർ ലൈനിൽ പോയി ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ കഴ്സർ കണ്ടില്ലേ, വൈറ്റ് പ്ലസ് ആണ് അല്ലേ. ഇനി ഈ ഡി ആൻഡ് ഇയുടെ ലൈനിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ലൈനായി കിട്ടും. ബ്ലാക്ക് ക്രോസ് ആണ് കിട്ടുന്നത് അല്ലേ, ഒരു കുരിശ് ബ്ലാക്ക് കളറിലുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ലൈനിൽ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ താഴേക്കുള്ള ആരോണ് ഒരു കോളം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഡിയുടെ മുകളിൽ മൗസ് ഓവർ കൊണ്ടുവച്ചാൽ ഇങ്ങനെ കിട്ടുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഉള്ള ലൈനിൻ്റെ മുകളിൽ, ഈ സെപ്പറേറ്റർ ലൈനിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ഇവിടെയുള്ള വൈറ്റ് ക്രോസ് മാറി ഒരു തിൻ ബ്ലാക്ക് ക്രോസ് ഐക്കണാണ്, കഴ്സറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയി ഒരു ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയി കിട്ടും. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇവിടെ കാണിച്ചു. നമ്മൾ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇതുപോലെ ആയിരുന്നു, ടെക്സ്റ്റ് കട്ടായി പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി കോളത്തിൻ്റെയും ഈ കോളത്തിൻ്റെയും ഇടയ്ക്കുള്ള ലൈനിൽ പോയി ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയി. എനിക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരാൻ ഞാൻ പ്രസ് ചെയ്ത് Ctrl+Z കോമ്പിനേഷൻ, അതിനെ അൺഡു എന്ന് പറയും. ഓക്കെ, ഇവിടെ ഉണ്ട് കണ്ടോ, ഇത് അൺഡു ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അൺഡു. വീണ്ടും പഴയ സ്ഥിതിയിലേക്കാൻ റീഡു. അപ്പോൾ അൺഡു റീഡു ഒക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന കമാൻഡുകളാണ്. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Z, അതാണ് അൺഡു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ നമ്മൾ മാനുവലി മാറ്റണമെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാം. ഇപ്പോൾ 8 ആണുള്ളത്, നമ്മൾ ഇതിനെ 10 ആക്കാതെ വിചാരിക്കാം. 10ലും അഡ്ജസ്റ്റ് ആയിട്ടില്ല. വീണ്ടും നമുക്ക് PRCയുടെ ഒരു പോർഷനെ കാണുന്നുള്ളൂ. വീണ്ടും ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ നമുക്ക് മാനുവലി മാറ്റാം. 10 എന്നുള്ളത് 12 ആക്കാം. അപ്പോൾ ഓക്കെയാണ്. ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് എടുക്കുന്നുണ്ട്. അതേസമയം മാനുവലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ മറ്റൊരു ഓപ്ഷനാണ്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യാം. നമ്മൾ 3 ഓപ്ഷനാണ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഈ സെപ്പറേറ്ററിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ മാനുവലി പോയിട്ട് ഹൈറ്റും വിഡ്ത്തും മാറ്റാം, കോളം വിഡ്ത്തും മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. നമ്മൾ ആ ലൈനിൽ, സെപ്പറേറ്റർ ലൈനിൽ മൗസ് ക്ലിക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു ഒരു ടേബിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സെയിൽസ് ഡാറ്റ എൻറ്റർ ചെയ്യാനുള്ള ഒരു ടേബിൾ. അതിൻ്റെ ഫസ്റ്റ് റോയിൽ നമ്മൾ ഹെഡിങ് ആണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഹെഡിങ്? നമുക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡാറ്റ ഒരു പക്ഷേ മനസ്സിലാവും. പക്ഷേ ഈ ഡാറ്റ മറ്റൊരാൾക്ക് അയക്കുമ്പോൾ, നിങ്ങളുടെ കൊളീഗ്സിന് അയക്കുമ്പോൾ ഒരു മീനിങ് ഫുൾ ഹെഡർ കൊടുക്കേണ്ട നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് എന്ത് ഡാറ്റയാണ് അതിനകത്തുള്ളതെന്ന് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായില്ല, പക്ഷെ അതിനൊരു ഹെഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഹെഡിങ് എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യം കണ്ടു. നമ്മൾ ഹെഡറിൻ്റെ, അതായത് കോളത്തിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം. അതുപോലെ ഇവിടെ മറ്റുള്ള ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ള, റോയുടെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ കോളത്തിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ കോളം സെലക്ട് ചെയ്തു. അതായത് നമ്മൾ അവിടെ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴ്സർ മാറും, താഴേക്കുള്ള ആരോ പോകുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ കോളം സെലക്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ റോ നമ്മൾ മാറ്റണമെങ്കിൽ റോയുടെ മീതെ ഇങ്ങനെ മൗസ് ഓവർ കൊണ്ടുപോയി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ദ ഹോൾ റോ വിൽ ഗെറ്റ് സെലക്റ്റഡ്. എന്നിട്ട് വലത്തെ സൈഡിലേക്ക്, നമ്മുടെ മൗസിൻ്റെ റൈറ്റ് സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അവിടെ നമുക്ക് റോ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, കണ്ടില്ലേ? അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കോളം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അതായത് 2 റോസിൻ്റെ ഇടയ്ക്ക് കാണുന്ന സെപ്പറേറ്റർ ലൈനിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഡ്രാഗ് ചെയ്ത് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആവറേജ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, ഇതിൻ്റെ കൂടെയുള്ള ടെക്സ്റ്റ് കാണുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ വിസിബിൾ ആവും. കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ഫോർമുല ബാറിൽ ആ ബോക്സിൽ ഈ ടെക്സ്റ്റ് നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സെല്ലിൽ നമ്മുടെ ഫോക്കസ് മാറ്റിക്കഴിഞ്ഞാൽ, സെല്ലിലേക്ക് ഫോക്കസ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ഈ ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ആവും. നമുക്ക് വിഡ്ത്ത് കൂട്ടാൻ ഒരു ചാൻസ് ഇല്ല, അവിടെ വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോളം വിഡ്ത്ത് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നത് ഈ ആവറേജ് പ്രൈസിന് ഇവിടെ വിസിബിൾ ആക്കാൻ. അപ്പോൾ വിസിബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ കോളം വിഡ്ത്ത് കൂട്ടണം, അല്ലെങ്കിൽ ഈ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരണം. അതിനുള്ളൊരു വഴിയാണ് ഇവിടെ പോയി നമ്മൾ ഏത്
സെല്ലിലെ ഡാറ്റയാണോ മാറ്റേണ്ടത് അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്നുള്ള സബ് മെനുവിൽ പോയാൽ ഫോർമാറ്റ് സെല്ലിൽ പോയി കഴിഞ്ഞാൽ അത് മറ്റൊരു വിൻഡോ ഓപ്പൺ ആക്കും. അവിടെ നമുക്ക് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെക്സ്റ്റ് ആ സെല്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ ചെന്ന് ഇവിടുത്തെ അലൈൻമെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടാബിൽ പോകണം. ഇവിടെ റാപ്പ് ടെക്സ്റ്റ് കണ്ടില്ലേ, ഇതാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഉണ്ടോ ആവറേജ് പ്രൈസ്. അപ്പോൾ നമുക്ക് കോളത്തിന്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടണ്ട, കാരണം ചില സാഹചര്യങ്ങളിൽ ഒരുപാട് ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോളത്തിന്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ രണ്ടാമത്തെ റോയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒന്നുകൂടെ കാണിക്കാം. വീണ്ടും ഞാൻ Ctrl+Z അടിച്ചു, പഴയ പൊസിഷനിലേക്ക് പോയി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെ ഇത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് സെൽസ്, അലൈൻമെന്റ്, ഒരുപാട് ടാബുകളുണ്ട്. ഇത് ഫോർമാറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഹെഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിൽ വന്നു. റാപ്പ് ടെക്സ്റ്റിൽ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റാപ്പ്. ഉണ്ടോ, ഇങ്ങനെയാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഒക്കെ ഈ ടെക്സ്റ്റ് ഒന്നും പ്രോപ്പർലി അലൈൻഡ് അല്ല അല്ലേ. അതിനെ അലൈൻ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ്. കണ്ടോ, ഇത് താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത്. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ആ റോയുടെ താഴെയാണ്. സപ്പോസ് നമുക്ക് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ല ഒരു അലൈൻമെന്റ് അല്ല അല്ലേ, കാരണം നമ്മുടെ ടെക്സ്റ്റ് ഇതിന്റെ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. അതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ കണ്ടില്ലേ, ഇതാണ് മിഡിൽ അലൈൻ എന്നാണത്. ഇവിടെ ടോപ്പ് അലൈൻ, മിഡിൽ അലൈൻ, ബോട്ടം അലൈൻ. അപ്പോൾ നമുക്ക് മിഡിൽ അലൈനാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ മിഡിലായി. ഇനി ഈ ടെക്സ്റ്റ് കണ്ടില്ലേ, ഇത് ലെഫ്റ്റിലാണ് അലൈൻ. അതിനെ നമുക്ക് റൈറ്റിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മിഡിലിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്, ഇത് സെൻറ്റർ ആണ്, ഇത് റൈറ്റ് ആണ്. ഉണ്ടോ, അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വിഡ്ത്തും അഡ്ജസ്റ്റ് ആവും. ഇനി മൊത്തം നമ്മുടെ ഈ സെല്ലുകൾക്ക് ഡാറ്റയ്ക്ക് അനുസരിച്ച് സെല്ലുകൾ അലൈൻ ചെയ്യണമെങ്കിൽ മൊത്തം ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു സെപ്പറേറ്റർ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ടെക്സ്റ്റും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. നമ്മൾ സെപ്പറേറ്റ് വിഡ്ത്ത് സെറ്റ് ചെയ്യേണ്ടെന്നർത്ഥം. അതിനകത്തുള്ള ടെക്സ്റ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എക്സൽ ആപ്ലിക്കേഷൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അലൈൻമെന്റ് ശരിയാക്കി തരും. ഓക്കെ, ഇതാണ്. ഇനി അടുത്തത് എങ്ങനെയാണ് ഡാറ്റ എൻട്രി ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ ഹെഡർ കൊടുത്തു. ഇനി അത് ഡാറ്റ എൻട്രി ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഡാറ്റ എൻട്രി ചെയ്യാനെന്ന് വിചാരിക്കുക. നമുക്ക് ജാൻ മതി, മന്ത് ജാൻ എന്നാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. യൂണിറ്റ് സൈല് ഒരു 100 എണ്ണം, ആവറേജ് പ്രൈസ് ഒരു 40 റുപ്പീസ് അല്ലെങ്കിൽ $40 എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇനി ഓരോ മാസവും എനിക്കിങ്ങനെ എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓട്ടോഫിൽ ഫങ്ഷനാലിറ്റി ഉപയോഗിക്കും. ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ല് ജാൻ എന്ന് പറയുന്ന സെല്ലിൻ്റെ റൈറ്റ് എക്സ്ട്രീമിൽ ഡൗൺ കാണുന്ന ഇവിടെ ഈ കോർണറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഒരു ക്രോസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ വലിയ ക്രോസാണ്, വൈറ്റ് ക്രോസാണ്. ഇതിനെ ഈ കോർണറിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചെറിയ ക്രോസായി, തിൻ ക്രോസാണ്. ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കണ്ടോ ഇവിടെ ഒരു ടിപ്പ് വരുന്നുണ്ട്. ആ ടിപ്പിൽ ടൂൾ ടിപ്പ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ രണ്ടാമത്തേലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വന്നവിടെ ഫെബാണ്, മൂന്നാമത്തേത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 12 മാസം വരും എന്നുള്ള ഒരു സൂചനയാണ് ഈ ടൂൾ ടിപ്പിലൂടെ നമ്മൾ തരുന്നത്. ഇപ്പം നമ്മൾ ഡ്രാഗ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ജനുവരിയിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യണം. മൗസ് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ലെഫ്റ്റ് ബട്ടൺ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്താൽ ഇനി നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്ത് കിട്ടും. ഇതിന് ഓട്ടോ ഫിൽ എന്നാണ് പറയുന്നത്. ഓക്കെ,
ഒരിക്കൽ കൂടി ചെയ്യാം. ജനുവരിയിൽ വന്നു. ഇതാണ് ആക്റ്റീവ് സെൽ. ഇതിൻ്റെ റൈറ്റ് കോർണർ, താഴെയുള്ള കോർണർ നമ്മൾ അവിടെ വെച്ച് മൗസ് ക്ലിക്ക് ചെയ്തു, ഹോൾഡ് ചെയ്തു, എന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക ഡിസംബർ വരെയുള്ള. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വരും. ഇനി ഇതിൻ്റെ കൂടെ റൈറ്റ് സൈഡിലൊരു ഓപ്ഷൻ കിട്ടും എപ്പോഴും. ഇവിടെ നമുക്ക് മുകളിലത്തെ പല ഓപ്ഷനും ഒരു സജഷൻ ബോക്സ് ആണത്, അതായത് ഓട്ടോ ഫില്ലിംഗ് സജഷൻ ബോക്സ് എന്ന് പറയാം. ഇവിടെ നമുക്ക് കോപ്പി സെല്ലാണോ എന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കോപ്പി സെൽ എന്ന് പറഞ്ഞാൽ മുകളിലെ ജാൻ എന്നുള്ളത് താഴേക്ക് അതന്നെ കോപ്പി ചെയ്ത് വരണം. അപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചാൽ എന്താ ഉണ്ടാവുക? ഫുൾ ജാനായി അല്ലേ? അതല്ല നമുക്ക് വേണ്ടത്, ഫിൽ സീരീസാണ് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സെലക്ട് ചെയ്യണം. ഇനി വീണ്ടും ഓപ്ഷൻ ഉണ്ട്, ഫിൽ ഫോർമാറ്റിംഗ് ആണ്. ഇനി മുകളത്തെ ഫോർമാറ്റിംഗ് മാത്രം മതിയോ, ടെക്സ്റ്റ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഫോർമാറ്റിംഗ് മാത്രം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെല്ലിലെ ടെക്സ്റ്റ് കോപ്പി ആവില്ല. ഇനി അതിനുശേഷം ഫിൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാം. ഇവിടെ ജാനിലെ ഒരു യെല്ലോ ഹൈലൈറ്റ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മൾ ഇവിടെ നേരത്തെ പോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു, ഈ ഓപ്ഷൻ വന്നു. ഓപ്ഷനിൽ നമ്മൾ ചോദിക്കുന്നത് ഫിൽ ഫോർമാറ്റിംഗ് ഓൺലി, ടെക്സ്റ്റ് ആവശ്യമില്ല, ഫോർമാറ്റിംഗ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റിംഗ് എന്താണോ ആ സെല്ലിലെ ഫോർമാറ്റിംഗ് അത് മാത്രം താഴേക്ക് കോപ്പി ചെയ്യപ്പെടും. വിത്തൗട്ട് ടെക്സ്റ്റ് കോപ്പി ചെയ്യപ്പെടില്ല. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ ഫിൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ്. ഫിൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ മാത്രം കോപ്പി ചെയ്യും, ഫോർമാറ്റ് കോപ്പി ചെയ്യില്ല എന്നർത്ഥം. അതാണത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ആ സീരീസ് ഫില്ലാക്കി, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള യെല്ലോ കളർ കോപ്പി ചെയ്യപ്പെട്ടിട്ടില്ല. ഏറ്റവും താഴെ ഫിൽ മന്ത്സ് ഫില്ല് ചെയ്യാണോ വേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഓട്ടോ ഫില്ലിങ്ങിൽ അത് സജഷനായിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും യെല്ലോ വേണ്ട, നമുക്ക് വൈറ്റ് മതി. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു, ഡിസംബർ വരെ ചെയ്തു. യൂണിറ്റ് സെയിൽ എൻ്റർ ചെയ്യാം. ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് നമ്പർ എൻ്റർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ശരാശരി പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ആണെന്ന് വിചാരിക്കുക. വീണ്ടും നമ്മൾ ഓട്ടോ ഫില്ലിംഗ് ഉപയോഗിക്കുകയാണ്. ഇനി ടോട്ടൽ സെയിൽ. ഇവിടെ ടോട്ടൽ സെയിൽ വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഫോർമുല ഇൻസേർട്ട് ചെയ്യാണ്. നമുക്കറിയാം ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇൻറ്റു ആവറേജ് പ്രൈസ് ആയിരിക്കും. സോ നമ്മൾ ഈക്വൽ പ്രസ് ചെയ്യണം. ഇവിടെ ഈക്വലി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാം ഇവിടെ വരുന്നുണ്ട്, അത് കണ്ടില്ലേ? ഇവിടെ നമ്മളെ ഫോർമുല ബാറിൽ ഈക്വൽ, എന്നിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്ത് ഇൻറ്റു താഴത്തെ സെല്ല്, എന്നിട്ട് എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ ഡ്രാഗ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ചെയ്ത് കണ്ടോ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെല്ലുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് ഈ മാജിക് എന്ന് ഉണ്ടാവും. ഫസ്റ്റ് സെല്ല് നമ്മൾ ചെയ്തു. ഇനി തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞു നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി എന്നൊരു മെത്തേഡ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അതിന് പകരം ഇവിടെ ഈ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വരും. ഇപ്പോൾ രണ്ടാമത്തെ സെല്ലിൽ D3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒന്ന് കഴ്സർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്താണ് B3 × C3 കേട്ടോ. ഈ സെല്ല് 50 എന്നുള്ളത് B3യിലാണ്, C3യിലാണ് 50. ഇനി അതിൻ്റെ അടുത്ത സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഫോർമുല ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാല്യൂസ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. B4 × ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർമുല എൻ്റർ ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് ഈ റോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മാർച്ചിൽ ബിസിനസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർച്ചിൽ ഡിലീറ്റ് ചെയ്യാം. അതായത് റോ ഹൈലൈറ്റ് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. ഇനി ഇവിടെയാണ് സപ്പോസ് നമ്മുടെ കഴ്സർ ഇരിക്കുന്നതായിരിക്കും. നമ്മൾ ഹോൾ റോ ഡിലീറ്റ് ചെയ്യുന്നതിന് സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു സെല്ലിലാണ് വന്നെങ്കിൽ നമ്മൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളോട് ചോദിക്കും, 4 ഓപ്ഷൻ ചോദിക്കും. ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, ഇത് ഡിലീറ്റ് ചെയ്ത് മറ്റുള്ള സെൽസിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ്. അടുത്തത് ഷിഫ്റ്റ് സെൽസ് അപ്പ്, ഈ സെല്ല് മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് താഴെയുള്ള മറ്റുള്ള സെല്ലുകളുടെ ഡാറ്റ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ.
മൂന്നാമത്തെ ഓപ്ഷൻ എൻ്റയർ റോ ഡിലീറ്റ് ചെയ്യണമെന്നാണ്. നാലാമത്തെ എൻ്റയർ കോളം ഡിലീറ്റ് ചെയ്യണമെന്നാണ്. നമുക്ക് ഇവിടെ വേണ്ടത് എൻ്റയർ റോ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റയർ റോ എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലൊരു എക്സാമ്പിൾ കാണിക്കാം. ഡിലീറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഈ മെയ് എന്ന് പറയുന്ന സെല്ല് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 80, 50, 4000 എന്നുള്ളത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. കണ്ടോ? ഏറ്റവും എക്സ്ട്രീം റൈറ്റിലെ ടോട്ടൽ സെല്ലിൻ്റെ വാല്യൂ അവിടെ എം ടി ആയിട്ട് വന്നു. വീണ്ടും ഞാൻ അൺഡു ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കാണിക്കാം. ഡിലീറ്റ് സെൽസ് അപ്പ്. ഈ മെയ് എന്ന് പറയുന്ന സെല്ല് ഡിലീറ്റ് ആയിക്കൊണ്ട് താഴെയുള്ള സെല്ലുകളുടെ വാല്യൂ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ? ഡിസംബറൊക്കെ മുകളിലേക്ക് വന്നു. അതാണ് രണ്ടാമത്തെ ഡിലീറ്റ്. ഇനി മൂന്നാമത്തെ ഡിലീറ്റ് ഓപ്ഷനാണ് എൻ്റയർ റോ. റോ നമ്മൾ നേരത്തെ കണ്ടു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ റോ ഡിലീറ്റ് ആവും. കണ്ടില്ലേ? ഇനി അടുത്തത് എൻ്റയർ കോളം ഡിലീറ്റ് ചെയ്യാണ് ഫോർത്ത് ഓപ്ഷൻ. കണ്ടോ? മന്ത് എന്നുള്ള കംപ്ലീറ്റ് കോളം ഡിലീറ്റ് ആയി. ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യുക? നേരത്തെ ഡിലീറ്റ് ചെയ്യുന്ന റിക്കവർ ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ അൺഡു പ്രസ് ചെയ്യണം. ഇതാണ് അൺഡു ബട്ടൺ, നമ്മുടെ ഷോർട്ട് കട്ടിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ Z പ്രസ് ചെയ്താൽ മതി. അപ്പോൾ പഴയതിനെ റോൾ ബാക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ഒരു കോളം ഇവിടെ മാർച്ച് എന്ന് പറയുന്ന മന്ത് ഇല്ല, അതിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് ഒരു റോ ഇൻസേർട്ട് ആയി കിട്ടും. ഇതിനെല്ലാം ഇവിടെ കമാൻഡുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഷോർട്ട് കട്ടുകളുണ്ട്. ഇൻസേർട്ട് സെൽ, ഇൻസേർട്ട് ഷീറ്റ് റോസ്, ഇൻസേർട്ട് ഷീറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ ഡിലീറ്റ്, എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ റോ ഹൈറ്റ്, കോളം വിഡ്ത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. ഇനി അതുപോലെ ഒരു പെർട്ടിക്കുലർ റോ നമുക്കൊരു സപ്പോസ് ഇവിടെ ഒരു എക്സ്ട്രാ റോ ഉണ്ടെന്ന് വിചാരിക്കാം, എക്സ്ട്രാ കോളം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ടെമ്പററി കാൽക്കുലേഷൻ, എന്തെങ്കിലും കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു കോളംസ് ഉണ്ട് വിചാരിക്കാം. എന്തെങ്കിലും നമ്മൾ കമൻറ്റുകൾ എഴുതി, ആവറേജ്, വെരി പുവർ, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമൻറ്റ് എഴുതി. ഓക്കെ. സപ്പോസ് ഈ കോളത്തിനെ നമുക്ക് ഹൈഡ് ചെയ്യണം. ഹൗ ഡു യു ഡു ദാറ്റ്? ഈ കോളത്തിനെ സെലക്ട് ചെയ്ത് എൻ്റയർ കോളത്തിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിങ്ങനെ ഹൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഇത് ഹൈഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. വീണ്ടും നമ്മൾ കൺട്രോൾ Z അടിച്ചു, വീണ്ടും തിരിച്ചു പോയി. ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈഡ് ഉണ്ടോ? ഹൈഡ് റോസ്, ഹൈഡ് കോളംസ്, ഹൈഡ് ഷീറ്റ് ആൻഡ് ഹൈഡ് റോസ്, ഇങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഈ മന്ത് മെയ് നമുക്ക് കാണിക്കേണ്ട വിചാരിക്കുക. ഇഫ് യു വാണ്ട് ടു ഹൈഡ് യു ക്യാൻ ഹൈഡ് ഹിയർ. അപ്പോൾ ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.